ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പല ദിക്കുകളിലും പല തരത്തില് ഭക്തന്മാര് വ്രതമായിട്ടും ക്ഷേത്രാടനമായിട്ടും തീർത്ഥാടനങ്ങളായിട്ടും സത്സംഗങ്ങളായിട്ടും ഒക്കെ നിസ്വാർത്ഥമായിട്ട് അവരുടെ പ്രാർത്ഥന, ബ്രാഹ്മണരുടെ നിഷ്കാമമായിട്ടുള്ള കർമ്മങ്ങളെ കൊണ്ട് ലോകം ശുദ്ധീകരിക്കുന്നു. പോരാ, പലതരത്തിലുള്ള ലൗകികമായിട്ടുള്ള എല്ലാ സുഖങ്ങളെയും ത്യജിച്ചുകൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് യുഗങ്ങളോളം തപസ് ചെയ്യുന്ന ഋഷീശ്വരന്മാരുടെ അപാര കാരുണ്യം, ഇങ്ങനെ മഹാത്മാക്കളുടെ സജ്ജനങ്ങളുടെ ഒക്കെ സൽക്കർമ്മങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ കലികാലത്തും ഇതുപോലെ ഒന്ന് ഒത്തുകൂടിയിരുന്ന് ഈശ്വര വിചാരം ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ ആ പവിത്രമായിട്ടുള്ള തൃപ്പാദങ്ങളിൽ നമുക്ക് ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സത്സംഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പലതരത്തിലുള്ള പ്രകൃതി ക്ഷോഭങ്ങൾ ഒക്കെ ഇന്ന് നമുക്ക് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അതിനെയൊക്കെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഇതുപോലെയുള്ള സാധനാ മാർഗങ്ങളും ഉപാസനകളും ഒക്കെ തന്നെ. ഏത് പ്രകൃതിയെ, ഏത് ദുഃഖത്തെയും നമുക്ക് ഒരേ മനസ്സോടുകൂടി നമുക്കതിനെ രണ്ട് കൈ കൊണ്ട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് നമുക്ക് എല്ലാം ദുഃഖമായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ശരിക്ക് എല്ലാം നമ്മളുടെ ഉള്ളിലുള്ള ഈഗോയാണ്. ശരിക്കും എന്താ ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനാണ്, എന്റേതാണ് എന്നുള്ള ഒരു തെറ്റായ ധാരണ. സത്യത്തിൽ അതൊന്നും ശരിയല്ല താനും. നമുക്കറിയാൻ സാധിക്കും അല്ലേ? നമ്മള് ഈ കുട്ടിക്കാലത്ത് നമ്മള് അല്ലെ അച്ഛൻ തരുന്ന പൈസ നമുക്ക് തന്നു കഴിഞ്ഞാൽ പറയും ഇത് എന്റെ ആണ് എന്ന് പറയുന്നത് പോലെയുള്ളൂ അത്. നമുക്ക് നമ്മളുടെ കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ തന്നു കഴിഞ്ഞാല് അത് എന്താണ്? യഥാർത്ഥത്തിൽ അത് ആരുടെയാണ്? ശരിക്ക് യഥാർത്ഥത്തിൽ അച്ഛൻ ഉണ്ടാക്കിയ പൈസ അതിലൊരു വിഭാഗം നമുക്ക് തരുമ്പം അത് നമുക്കായി, നമ്മുടെ ആണ് എന്നുള്ളൊരു ധാരണ നമ്മളുടെ ഉള്ളിൽ വരുന്നത് പോലെ ഇരിക്കും. അപ്പം ഈ രീതിയിൽ നമ്മള് എന്റേതെന്നും ഞാൻ എന്നുള്ള ഒരു ഭാവമാണ് യഥാർത്ഥത്തിൽ ദുഃഖത്തിനെല്ലാം കാരണം. അതിനെ ഇല്ലാണ്ടാക്കുകയാണ് വേണ്ടത് ശരിക്ക്. അതെങ്ങനെയേ പറ്റുള്ളൂ അത്? അപ്പൊ ഈശ്വര തത്വം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഈശ്വരൻ എന്നുള്ളത് ഒരേ ഒരു ചൈതന്യമാണ്. ഈ കണ്ടിട്ടുള്ള സസ്യങ്ങളായിട്ടും എന്താണ് മൃഗങ്ങളായിട്ടും മനുഷ്യരായിട്ടും ഒക്കെ തന്നെ ഇവിടെ കാണുന്നതൊക്കെ എന്താണ്? ശരിക്ക് ഇതൊക്കെ വെറും പാത്രങ്ങൾ മാത്രമാണെന്ന് ധരിക്കുക. ഇതൊക്കെ നശിച്ചു പോകുന്നതായിട്ടുള്ള പാത്രങ്ങൾ അല്ലെ? അപ്പം ഇതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ആര് വേണം? പ്രവർത്തിക്കണമെങ്കിൽ ഭഗവാന്റെ ചൈതന്യം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെയുള്ളൂ അല്ലെ? ശ്വാസം അല്ലെങ്കിൽ ജീവൻ, പ്രാണൻ എന്നൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാണാത്തതായിട്ടുള്ള ഒരു വസ്തു അല്ലെ? നമ്മൾ മനസ്സിനെ കാണാൻ പറ്റില്ല, ഹൃദയത്തെ കാണാൻ പറ്റില്ല അല്ലെ? ഈശ്വരൻ എന്ന് പറയുന്നത് ഇതാണ്, അദൃശ്യമായിട്ടുള്ള നമ്മളെ കൊണ്ടു നടക്കുന്നതായിട്ടുള്ള ആ ശക്തിയാണ്, അല്ലെങ്കിൽ ആ ചൈതന്യം ആണ് ഈ കൊണ്ടു നടക്കുന്നത് എന്നുള്ള സത്യത്തെ നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചാല് നമ്മളെ ഒന്നും ബാധിക്കുന്നില്ല അല്ലെ? എത്ര പുതിയ പുതിയ യന്ത്രങ്ങൾ മേടിച്ചാലും കറണ്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പം യഥാർത്ഥത്തില് ആ കറണ്ടിന് എത്ര കണ്ട് പ്രാധാന്യം അവിടെ ഉണ്ട്, അതേപോലെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഈശ്വര സാന്നിധ്യത്തിന്റെ പ്രാധാന്യം. അതുകൊണ്ട് എന്ത് കാര്യങ്ങളുണ്ട്, യൽക്കിഞ്ചിൽ പൗരുഷം പുംസാം മേനേ കൃഷ്ണാനുകമ്പിതം അല്ലെ? അർജുനൻ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവസാനം മനസ്സിലായി അല്ലെ? താൻ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായി. കാരണം എന്താണ്? ഈശ്വരൻ പോലും ഒഴിവാക്കി മാറ്റിയതായിട്ടുള്ള കാര്യത്തിനെ താൻ ചെയ്യാവുന്ന ഏറ്റ ആ അഹങ്കാരമാണ് യഥാർത്ഥത്തില് അർജുനനെ നോക്കൂ ബുദ്ധിമുട്ടിലേക്ക് ആക്കിയത്. അങ്ങനെയുണ്ടെങ്കിൽ അർജുനൻ ഉടനെ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, എന്തെങ്കിലും നിങ്ങൾക്കൊരു പൗരുഷമുണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്കൊരു ഐശ്വര്യം ഉണ്ടോ? ഇതൊക്കെ എന്താണ്? ശരിക്ക് ഇതൊക്കെ ആ കണ്ണന്റെ ഒരു കാരുണ്യം എന്നേ നിങ്ങൾ കരുതാവുള്ളൂ.
ഇത് കണ്ണനാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മളെ കൊണ്ട് അതിൽ നമ്മൾ ഭ്രമിപ്പിച്ചുകൊണ്ട് അതിൽ നമ്മൾ ഒരിക്കലും ഇതാ നശിച്ചു പോകരുതേന്ന് ഒരു പ്രാർത്ഥനയും കൂടെ അർജുനൻ അതിന്റെ അവസാനം നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മളും അത് എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളത് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്കിന്ന് ഇന്ന് എത്ര തരത്തിലുള്ള രീതിയിലാണ്, പല തരത്തിലാണ് ഇന്ന് ലോകം ഇന്ന് ദുഃഖം അനുഭവിക്കുന്നത്. പ്രളയത്തിന്റെ പേരിലും അല്ലെ. ഇപ്പൊ തന്നെ ഇവിടെ ഒരു ദ്വീപിലാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. മുറ്റത്ത് വരെ നിറച്ച വെള്ളം. ഈ ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ നാളെ മറ്റന്നാളും കൊണ്ട് അകത്തേക്ക് വെള്ളം കയറുകയാണ്. അപ്പം ഇതൊന്നും നമുക്ക് ഒരിക്കലും ഇതിനെ ഒന്നും തടയാനോ ഒന്നും സാധിക്കില്ല. അപ്പൊ അതിനെന്താ വേണ്ടത്? ശരിക്ക് നമ്മള് എല്ലാത്തിനും സാക്ഷിയായിട്ടുള്ള ജഗദ്വ്യാപിനായിക്കൊണ്ടുള്ള ഭഗവാനെ ആശ്രയിക്കുക. അത് മാത്രമേ നിവൃത്തിയുള്ളൂ. നമ്മളുടെ ഉള്ളിൽ നമുക്ക് കിട്ടിയതായിട്ടുള്ള ഐശ്വര്യങ്ങളിൽ ഒരിക്കലും മതം ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കുക. പിന്നെയോ എന്നിട്ട് നമ്മളെക്കായാലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഒന്ന് കൈപിടിച്ചുയർത്തുവാൻ വേണ്ടി, നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സമദർശനത്തോടു കൂടി നമ്മളുടെ മനസ്സിനെ പാകപ്പെടുത്തുവാൻ വേണ്ടി കണ്ണനോട് പ്രാർത്ഥിക്കുക. അതേ നിവൃത്തിയുള്ളൂടെ. നമുക്ക് പതിവ് പോലെ ഇന്ന് പലതരത്തിലുള്ള ദുഃഖങ്ങളാണ് ഇന്ന് ലോകം അനുഭവിക്കുന്നത് അല്ലെ. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള ദുഃഖങ്ങള്, അതുപോലെ തന്നെ അച്ഛനമ്മമാരും കുട്ടികളും തമ്മിലുള്ള ദുഃഖങ്ങള്, ഗുരുശിഷ്യന്മാരും തമ്മിലുള്ള ദുഃഖങ്ങള്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലോ പോരാ, പ്രകൃതിയിലുള്ള ജനങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊക്കെ പലതരത്തിലുള്ള സംവിധാനങ്ങളുണ്ടെന്ന് വെക്കാം. ഈ മാടുകള്, പശുക്കള്, അതുപോലെ തന്നെ മറ്റ് നായ്ക്കള് തുടങ്ങിയതായിട്ടുള്ള എത്രയോ ജീവികള് ഈ പ്രളയം വന്നാൽ അവരൊക്കെ എന്ത് ചെയ്യാനെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ലാത്തൊരു കാര്യം അത് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. വയ്യാതെ കിടക്കുന്ന ആൾക്കാര്, മുത്തശ്ശൻ മുത്തശ്ശിമാര്, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് നമ്മളൊക്കെ എന്തോ വലിയൊരു സ്വർഗത്തിലാണ് ഇരിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് ആ സ്വർഗ സുഖമല്ല വേണ്ടത്. പിന്നെയോ അവരെയും കൂടി നമ്മളോട് ചേർത്ത് നിർത്താനുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടാവണം. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരേ ഭാവത്തില് ഒരേ സ്വരത്തില് ജ്വരസ്തുതി ചൊല്ലിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗവതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.